അവിടെ മലന്നാണ് പോവാലെന്ന് അവിടെ വളയുന്ന ഓടിയുന്നെങ്കിൽ ഓടിയിട്ട് ഞാൻ പിടിച്ചാ പിടിച്ചിട്ട് അതാ മലക്കാൻ പറഞ്ഞത്. വീണതമ്മ ആശുപത്രി കൊണ്ട് കാല് കാണിച്ച് ശാസ്തമംഗലത്ത്. അവൻ പിന്നെ പെട്ടെന്ന് കാലിനെ പിടിച്ച് വലിച്ചപ്പോ അവൻ ചേർത്ത തെന്നി അന്ന് ചിരട്ട തെറ്റിന്ന് പറയുമ്പോ പിടിച്ച് വലിച്ച് നല്ല ചൂട് കൊടുക്കണം ഈ കാലിന്. പെടല് വേദന, നട്ടല്, മുട്ട്, കാലിനോടെ ചിരട്ടാളി നീങ്ങി മജി ഇറങ്ങി കാല് മുട്ട ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർമാര് പറഞ്ഞ് അവർ എക്സ്റേയൊക്കെ എടുത്ത് വിടായിരുന്നു. ഞാൻ തടഞ്ഞാണ് മാറ്റുന്നത്. ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ട്. ആളുകൾ ഇഷ്ടം പോലെ വരുന്നു, ഈ തൈലം മേടിക്കുന്നു, തടവെന്ന് തിരുമെന്ന്. ഇത് നമ്മളെ തിരുവനന്തപുരം ജഡിച്ചു വരാമെന്ന് തടവിയതാ. തിരുവനന്തപുരത്ത് നിന്ന് SI, കർണാടകത്തിൽ നിന്ന് 2 SIമാര്, സർക്കിള്, പോലീസുകാർ, പട്ടാളക്കാർ എല്ലാം ഈ ഷെഡിൽ വന്നിടം തടവിയത്. നമ്മുടെ മുട്ടയുടെ കൂട്ടെന്തുവാ? മുട്ട 100 മുട്ട 10 ലിറ്ററിന് 100 മുട്ട, നീല കൊടിവേലി വേര്, അങ്ങനെ പല ഐറ്റം മരുന്നുള്ളത്. എല്ലാം മരുന്നുള്ളത് ഞാൻ പറയില്ല. മുട്ടയെണ്ണ എന്നാണ് പേര് കൊടുക്കുന്നത്. പക്ഷേ ഈ തൈലം മതി ഏത് രോഗവും മാറും. തൈലം അല്ല, നല്ല കട്ടി തൈലം ഉണ്ട് കേട്ടോ. ഇത് വെന്ത് എരിഞ്ഞ് ഇറങ്ങുന്ന എണ്ണയാണിത്. ഇതിൽ എത്ര വർഷം ഇരുന്നാലും ഈ എണ്ണ ഇങ്ങനെ ഇരിക്കും. ഇതിനൊരു കേടുപാടുണ്ടാവില്ല. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്, കാച്ചുന്നത്. വീണ ഇത് പണ്ട് വീണതമ്മ ആശുപത്രി കൊണ്ട് കാല് കാണിച്ച് ശാസ്തമംഗലത്ത്. അവൻ പിന്നെ പെട്ടെന്ന് കാലിനെ പിടിച്ച് വലിച്ചപ്പോ അവൻ ചേർത്ത തെന്നി അന്ന് ചിരട്ട തെറ്റിന്ന് പറയുമ്പോ പിടിച്ച് വലിച്ച്. അപ്പൊ അങ്ങനെ എന്തിനാ ചെയ്ത് വണ്ടി സ്കൂട്ടറിൽ പോയതാണ്. പൊട്ടിളക്കി സ്കാനിങ് തരായിരുന്നു. ഇവിടെ വേദനയുണ്ട്. ഇവിടെ നല്ല ചൂട് കൊടുക്കണം, നല്ല ചൂട് കൊടുക്കണം ഈ കാലില്. അവിടെ തന്നെ വേദന. ചൂട് കൊടുക്കണം. തേച്ചിട്ട് തൈലോടെ കൊണ്ടുപോകും. അപ്പൊ തൈലോട്ട് തേച്ചിട്ടേ ചൂട് കൊടുത്താൽ ഈ കാലിന് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടാ. പിന്നെ അവന്മാരെങ്ങനെ പറയും ഓപ്പറേഷൻ ഒരുപാട് വരും. 2 MRS ഞാൻ അവിടെ നിന്ന് കരയുകയും ചെയ്തു. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന എന്ത് പ്രശ്നത്തിനാണ് അവന്മാരെ പറഞ്ഞെന്ന് പറയുമ്പോ ഇതിനകത്തുള്ളത് അകത്തുള്ളത് പൊട്ടിയിരിക്കുന്നത്. കണ്ടിട്ട് എന്തായാലും ചോദിക്കാൻ വന്ന ഞമ്മ ഇത് ഇവിടെ കത്തിയെല്ലാം ഉണ്ടാ ഹീറായി ചോദിക്കാൻ വന്നു. വേദന നീർക്കെട്ടാണ് ഈ ഇളിക്കൂട്ടിച്ച് കണ്ട. ഇത് നട്ടല് വേദന, നീർക്കെട്ട് കണ്ട. ഈ ഭാഗത്ത് നീരിട്ട് കിടന്ന് ഇരിക്കത്തില്ല, നിക്കത്തില്ല, കുനിയത്തില്ല. ഭയങ്കര ഈ നട്ടല് പ്രശ്നം വരുമ്പോഴാണ് ഈ കാലിലൊക്കെ ഈ രക്തോട്ടം ഇല്ലാതെ വരുമ്പോൾ ഈ കാല് മടക്കത്തില്ല, കാല് നൂരത്തില്ല, കാലിന് മുട്ടിൽ നീരിറങ്ങും. ഇതിന്റെ ഈ മജി ഇറങ്ങും, ഒരു സൈസ് കൊഴുപ്പ്. ആ കൊഴുപ്പ് ഇറങ്ങിയിട്ടാണ് ഈ മുട്ട് മടക്കാക്കൂല. ഇങ്ങനെ മടക്കി പിടിക്കണം, മടക്കി ഇങ്ങനെ പിടിച്ചോണം ചേർക്കാം കേട്ട. ലെവൽ ചെയ്തപ്പം ഞരമ്പുകളെല്ലാം വലിയും, നട്ടലിന്റെ വേദന മാറും. ഇത് നല്ല 1 മണിക്കൂറല്ല 3 മണിക്കൂറാണ് തടവി കിഴിയിടുന്നത്, കിഴിയിട്ട് പിടിക്കുന്നത്. ഇതിന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതല്ലേ? ഇതിന് ഓപ്പറേഷൻ ചെയ്തൊക്കെ ഒരസുഖമല്ല കേട്ടോ എനക്ക്. ഇത് കാലുണ്ട് ഇവിടെ. ആശുപത്രി പോയതാണ്. അവര് കാലിനെ പിടിച്ച് വലിച്ച് ചേർത്ത തന്നെ. ഈ നടുവിന്റെ എക്സ്റേ സ്കാനിങ് ഇല്ല, നടുവിലൊന്നും ഒരു കുഴപ്പമില്ല ചെറുക്കന്. കാലിന്റെ മടക്ക് മുട്ട് വേണ്ട. ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ കാലാണ് ഇവിടെ തടവുന്നത്. ഓപ്പറേഷത്തിന് എല്ലാം എത്രയൊക്കെ എടുത്തോണ്ട് വന്നതാണ്. എത്ര കൊണ്ടുവന്നാ മുട്ട് വേദന. ഗൾഫില് നല്ല സൂപ്പർ തടവാറിനാ നിൽക്കുന്നത്. ഇന്ന് ഗൾഫില് അവിടേക്ക് റൂം എടുത്തുകൊണ്ടൊരു അവിടെ തടവും കിഴിയൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. ഇപ്പൊ കൊറോണയ്ക്ക് ഒന്നെടുക്കാൻ പോകാൻ പറ്റിയില്ല. ഒരു പഠിക്കുന്ന പിള്ളേരാ. തള്ള ഇവിടെ നാട്ടിലില്ല, തള്ള നേഴ്സാണ്, BSc നേഴ്സാണ് ഗൾഫില്. അപ്പൊ ഈ ഓണത്തിന് വരും. അപ്പോഴവരെല്ലാം കൂടെ അങ്ങോട്ട് വീണ്ടും തിരിച്ച് പോയി തടവ് തിരുമൊക്കെ തുടങ്ങാൻ പോവുക.
അറിയുന്നതായതുകൊണ്ട് കൂടെ ഞാൻ വിളിക്കും. ആരെങ്കിലും തടവാൻ വരുമ്പോൾ ആള് കൂടുതലുണ്ടെങ്കിൽ ഒക്കെ വിളിക്കുമ്പോൾ അവനെ കൂടെ വിളിക്കും. ഉണ്ടായിരുന്ന വേദന ഇപ്പൊ ഉണ്ടോന്ന് നോക്കാം. ഇല്ല വേദനയൊക്കെ മാറാനല്ലേ നമ്മൾ തടവുന്നത്. കൈക്കൊന്നും കുഴപ്പമില്ലല്ലേ? കൈക്കൊന്നും കുഴപ്പമില്ല. പിന്നെ കുഴപ്പം വേണ്ട. നീ സുഖമായിട്ട് പോയി ജോലി ചെയ്ത് വീട്ടിൽ അച്ഛനമ്മയ്ക്ക് കൊണ്ടുവിടും പൈസയൊക്കെ. നീരെല്ലാം പോയി കഴിയുമ്പോൾ കാലിന് വേദനയും കഴുപ്പെല്ലാം മാറിക്കണം കേട്ടോ. ഈ വേദന ഇവിടുത്തെ വേദനയും പോയി. അതോട്ട് മലന്ന് പോ മലന്ന് അവിടെ വളർന്ന് ഒടിയുന്നെങ്കിൽ ഒടിയട്ടെ. ഞാൻ പിടിച്ചാ പിടിച്ചിട്ട് അതാ മലക്കാൻ പറഞ്ഞത്. ഇത് കുനിയാണ് കുനി. അതുപോലെ മേലോട്ട് വലി വളർന്നു പോ നടുവിന് വല്ല പിടുത്തോണ്ടാവുന്ന കുനിയാണ്. കുനി പെട്ടെന്ന് തുടർന്ന് കുനിയാണ് കുനിയാണ്. വളർന്നു പോ നടുവിന് വല്ല പിടുത്തോണ്ടാവുന്ന കുനിയാണ്. കുനി പെട്ടെന്ന് തുടർന്ന് കുനിയാണ് കുനിയാണ്. പ്രതിയോജിതരെ, അപ്പൊ നമ്മളീ പാരമ്പര്യ ചികിത്സയെ പറ്റി ഒരുപാട് പേര് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പങ്കജാക്ഷമ്മയുടെ വൈദ്യം വളരെ പെർഫെക്റ്റ് ആണ്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നത്. കാരണം നമ്മൾ പലതവണ ഈ ആയുർവേദ വാർത്തകളെ കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ ഒരുപാട് പേര് അന്വേഷണമൊക്കെ വന്നു. പക്ഷേ ഈ വരുന്നവർക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഒരുപാട് സ്ഥലത്ത് എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതി ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ്. ഇവിടെ നടുവേദന, സന്ധിവാദം, പെരുമുട്ടുവാദം, ഇങ്ങനെ വാദസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ട്. കൂടാതെ അടി, ഇടി, വീഴ്ച മുതലായ ഹേമദണ്ഡങ്ങൾ എല്ലാം തിരുമ്മി ഭേദമാക്കുന്നു. പിന്നെ ഈ ആക്സിഡൻ്റ് ഒക്കെ പറ്റി ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് തിരുമ്മി എല്ലാ കേസുകളും തിരുമ്മി ഭേദമാക്കി പോകുന്നുണ്ട്. വളരെ നല്ല ചികിത്സാ സമ്പ്രദായമാണ്. ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിധമായ ട്രീറ്റ്മെൻറ്റുകളും ഈ ഹേമദണ്ഡങ്ങൾ, സന്ധിവാദം ഇതെല്ലാം തിരുമ്മി ഭേദമാക്കി പോകുന്നുണ്ട്. പ്രതിയോജിതർ എത്ര വർഷമായിട്ട് ഈ ഫീൽഡുണ്ട്? ഞാൻ കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് ഈ ഫീൽഡിൽ 40. അതെ, പാരമ്പര്യമായിട്ടും പരിശീലനം മുഴുവൻ സിദ്ധി കൊണ്ടും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായമായിട്ട് ചെയ്യുന്നതാണ്. വിദേശത്തായിരുന്നു, ദുബായിലായിരുന്നു. എനിക്ക് ദുബായിലെ ലൈസൻസ് ഒക്കെ ഉണ്ട്. DHA ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസും ഒക്കെ ഉള്ളതാണ്. ലൈസൻസോട് കൂടി ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ്. അടി, ഇടി, വീഴ്ച മുതലായ ഹേമദണ്ഡങ്ങൾ പ്രത്യേക ചികിത്സാ വിധിപ്രകാരം ഇവിടെ തിരുമ്മി ഭേദമാക്കുന്നതാണ്. കൂടാതെ ആക്സിഡൻ്റായി വരുന്ന കേസുകളൊക്കെ നല്ല രീതിയിൽ സുഖമാക്കി വിടുന്നുണ്ട്.